ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നല്ല അടിപൊളി മോസ്റ്റ് ചീസ് കേക്കാണ് തയ്യാറാക്കുന്നത്. അത് നമ്മൾ ചീസൊന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ ചീസിന് പകരം തൈര് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടോക്കി. അതിൽ നിന്ന് ഒരു 20 അരാറോട്ട് ബിസ്ക്കറ്റ്, മേരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഒരു പാത്രത്തിൽ, ഒരു ബൗളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് കൈയോട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ടൊരു സ്പ്രിംഗ് ഫോം പാന്, നമുക്ക് കേക്കിൻ്റെ ട്രേ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്ക് സൈഡോട്ട് ഇളക്കിയെടുക്കാൻ കഴിയുന്നൊരു ട്രേ അല്ലേ, അതുകൊണ്ട് ഈ പാൻ എടുത്തിട്ട് അതിൽ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ബട്ടർ തടവിയിട്ട് നമ്മൾ മിക്സാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മിക്സർ അതിലിട്ടിട്ടൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് നല്ല വൃത്തിക്ക് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത് അതിൻ്റെ പുറത്തെല്ലാം മിക്സ് തയ്യാറാക്കാം. അതിന് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലൊരു പാക്കറ്റ് തൈര് തലേന്ന് അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഫുള്ള് ഡ്രൈൻ ചെയ്ത് കളയാൻ. എന്നിട്ട് അതിൻ്റെ കട്ടി ഭാഗില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ക്രീമാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വിസ്കോട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യത്തിനായിട്ട് ഒഴിക്കാം. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം, ഞാനിപ്പോൾ കുറച്ച് മധുരം കുറവായത് കുറച്ച് പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഒരു ഫ്ലേവറിന് വെനില എസൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം. ഞാൻ വെനില എസൻസ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എല്ലാം കൂടിയിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമില്ലേ, വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കുക. വിപ്പിംഗ് ക്രീം ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതും പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് എല്ലാം കൂടിയിട്ടൊന്ന് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ രീതിക്ക് ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മിക്സർ തയ്യാറാക്കി അതിന് പുറത്തേക്ക് ഇത് ഒഴിച്ചിട്ട് മൈക്രോവേവിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഇല്ലെങ്കിൽ നമ്മൾ ആവി പാത്രത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ബേക്ക് ചെയ്ത് കെട്ടിക്കാനുള്ള ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കണം. അതിനുശേഷം ഞാൻ അതിൻ്റെ പുറത്തേക്ക് കാരമൽ സോസാണ് ഒഴിച്ചിരിക്കുന്നത്. കാരമൽ സോസ് ക്രീം ഉപയോഗിച്ചും ക്രീം ഇല്ലാണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിനി, ഞാൻ അതെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് ക്രീം ചീസ് ഇല്ലാണ്ടും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കണേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.